എല്ലാവർക്കും നമസ്കാരം. മഴയൊക്കെ ഉണ്ടോ എല്ലായിടും? നാട്ടിലൊക്കെ മിക്കയിടത്തും മഴയൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഇരുണ്ട് പുകഞ്ഞൊക്കെ വരും. പുകഞ്ഞ് വന്നിട്ട് നമ്മളെ പറ്റിക്കും. കൂടെ ഒരു കാറ്റും കൂടെ വരും. കാറ്റ് വന്ന് കള്ളനെ പോലെ എന്ന് പറയുന്ന ഒരു പാട്ടിലുണ്ടല്ലോ, അതുപോലെ തന്നെ ആ കള്ളനെ പോലെ തന്നെ വന്ന് ആ മഴയും കൊണ്ട് മഴമേഘത്തെയും കൊണ്ട് നമ്മുടെ അടുത്തു നിന്ന് അങ്ങ് പോകും. അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് മഴ ചാറും, ചെറിയ മഴ. അതൊക്കെയാണ് ഇപ്പം കേരളത്തിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പത്രം നോക്കിയപ്പോഴത്തേക്കും ഒരു ശയന പ്രദക്ഷിണം കാണുകയാണ്. അതായത് കുറേ പെൺകുട്ടികൾ എന്ന് പറയാമല്ലോ. അപ്പം ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ PSCക്ക്. അപ്പം ഈ മാസം 19 ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലിസ്റ്റിൻ്റെ കാലാവധി തീരുകയാണ് പോലീസ് ഓഫീസറുടെ. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് മിക്കവരുടെയും ലാസ്റ്റ് ചാൻസൊക്കെയാണ്. അപ്പം എന്താ അല്ലേ, അവരങ്ങനെ ആ ഒരു റോഡിൽ കിടന്ന് അങ്ങനെ ഉരുളുക എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ മനസ്സാക്ഷിക്ക് വല്ലാത്തൊരു വിങ്ങൽ പോലെ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ടൊരു അത് ഫോട്ടോ പത്രത്തിൽ വരുന്നു അല്ലേ, എത്രയോ പേര് കാണുന്നു അവരുടെ ആ ഒരവസ്ഥ. എന്താണ് ഇതിലൊക്കെ യഥാർത്ഥത്തിൽ PSCക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? മിക്കപ്പോഴും വലിയ പ്രതീക്ഷകൾ. ഇപ്പോൾ ഒരു ലിസ്റ്റിലേക്ക് വരിക എന്ന് പറയുമ്പം വലിയ പ്രതീക്ഷയായിട്ടായിരിക്കും നിൽക്കുന്നത്. പെട്ടെന്നായിരിക്കും ആ പ്രതീക്ഷകളെല്ലാം ഇല്ലാണ്ടാവുന്നത് അല്ലേ. ഇത്ര സമയത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, അനുസരിക്കുക എന്നതുകൂടി ഉണ്ടല്ലോ. ഒരു PSC, ഞാൻ ആദ്യം കുറച്ച് നാൾ PSC പരീക്ഷയൊക്കെ എഴുതി ഒക്കെ നോക്കിയിട്ടുള്ളതാണ്. ഒരിടയ്ക്കൊക്കെ PSC എന്നും പറഞ്ഞിട്ടിരുന്ന് കുറേ ഇരുന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ തന്നെ വിചാരിച്ചു എന്തൊന്നും വേണ്ട എന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. നമുക്ക് പറ്റിയ മേഖല അതല്ല, മറ്റെന്തോ ആണ് എന്ന് ഞാൻ കരുതി. കാരണം പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ലോകത്തുള്ള സകല കാര്യങ്ങളെയും പഠിക്കുകയാണ്. അത് പഠിക്കുക എന്ന് പറയുമ്പോൾ നിസ്സാരമായ ഒരു പരീക്ഷ അല്ലല്ലോ. അപ്പം എത്രയോ ലക്ഷം ആളുകൾ എഴുതുന്നതാണ്. നമ്മളത്ര കൃത്യമായിട്ട് മെമ്മറിയിലിട്ട് വേണം പഠിക്കാൻ. ഇപ്പം മറ്റെന്തെങ്കിലും ജോലി അല്ലെങ്കിൽ കുട്ടികളുടേത് കാര്യങ്ങൾ നോക്കാം, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാം. അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി രാപ്പകലില്ലാതെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റിലൊക്കെ വന്നു കയറുമ്പോൾ ആ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിട്ടായിരിക്കും ഓരോ ദിവസവും കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഇന്ന സമയത്ത് ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയാണ് എന്നറിയുമ്പോൾ എന്താ പറയുക, ചങ്ക് നിന്ന് പോവുക എന്നൊക്കെ പറയുന്നത് അതേ അവസ്ഥയായിരിക്കും ആ എഴുതിയ ആൾക്കാരുടെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഓർത്ത് ഇന്ന് 6 തീയതി, 19 എന്ന് പറയുമ്പോൾ നിസ്സാര ദിവസങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്താൽ ചെയ്ത്. കാരണം ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് സമരങ്ങളുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടുള്ള. പക്ഷേ എന്ത് ചെയ്യാം, നിയമത്തിൻ്റെ വഴിക്കല്ലേ പോയിട്ടുള്ളൂ. അത് നമ്മൾ ഇപ്പം എത്ര വലിയ സമരം ചെയ്താലും അതൊക്കെ അതിൻ്റെതായ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഒരു ഭാഗ്യം, എല്ലാം ഒരു ഭാഗ്യമാണ്. വെച്ചാൽ ഞാൻ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്, ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സേ ഉള്ളൂ, പക്ഷേ ഗവൺമെൻറ് ജോലി കിട്ടി. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നീടൊന്നും പഠിക്കാൻ പോയില്ല. എന്ത് ചെയ്തു? അന്ന് തൊട്ട് PSC എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. അങ്ങനെ PSC കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നീടും പഠിക്കാമല്ലോ. അതൊക്കെ ചിലവരുടെ ഒരു നല്ല രീതിയിലുള്ള ബുദ്ധി എന്ന് പറയും. അപ്പോൾ എൻ്റെ മാമൻ്റെ 2 മക്കൾ, 2 പേരും BTech. ഒരാൾ BTechും പിന്നെ ഒരാൾ അതുപോലെ ഒന്നും പഠിച്ചതാണ്. എനിക്കറിയില്ല കറക്റ്റ് കോഴ്സ് എന്നാണ്. അപ്പം BTechുകാരെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മെറിറ്റിലൊക്കെ പഠിച്ച പിള്ളേരാണ്. 2 പേരും, ഒരാളിപ്പം LD ക്ലർക്കാണ്, മറ്റൊരാൾ മറ്റെന്തോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം. അപ്പം എന്താണ് സംഭവിക്കുക? അവരത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ജോലി അതല്ല ചെയ്യുന്നത്. പിന്നീട് അവർ പഠിച്ച്
അതിനനുസരിച്ചുള്ള ജോലി കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്രയും ഇതായിട്ടുള്ളൊരു ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനാണെങ്കിൽ ആദ്യമേ ഇതാണ് സാധാ രീതിയിലൊന്ന് പഠിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കല്ല നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. നമ്മളൊന്ന് വിചാരിക്കും, നമ്മൾ എത്തിച്ചേരുന്നത് മറ്റൊരിടത്താണ്. എന്തായാലും ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒന്നുകിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ളത്. നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, ഭാര്യ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കും, ഭാര്യയുടെ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും തൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ജോലിയെക്കുറിച്ച് ചിന്ത വരത്തില്ല. തങ്ങൾ എന്താണ് ജോലി ഇല്ലെങ്കിലും ജോലി ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ജോലിയുടെ ആവശ്യം വരില്ല. ചിലയിടത്ത് 2 പെൺകുട്ടികളൊക്കെ ആയിരിക്കും, ആ വീട്ടിൽ ഒരാൾക്കെങ്കിലും ഒരു ജോലി നല്ലത് കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കാരണം മിക്കയിടത്തും ആൺപിള്ളേരുണ്ടെങ്കിൽ എന്താണ് ജോലി കിട്ടും, അവർ ഞങ്ങളെ നോക്കിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പെൺകുട്ടികൾ മാത്രമുള്ളിടത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അച്ഛനമ്മമാർക്ക്. കാരണം അച്ഛനെ അമ്മയെ ആരും നോക്കും, എങ്ങനെ നോക്കും, ഒരു ജോലി ഉണ്ടെങ്കിലല്ലേ തൻ്റെ മക്കൾ തങ്ങളെ നോക്കുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലും വരും. പക്ഷെ ചില മരുമക്കളുണ്ട് കേട്ടോ, അതൊക്കെ എല്ലാം ഒരു ഭാഗ്യമെന്ന് ഞാൻ എപ്പോഴും പറയുന്നു. ചിലരുണ്ട് സ്വന്തം അമ്മയും അച്ഛനെയും പോലെ തന്നെ ഭാര്യയുടെ അച്ഛനെയും അമ്മയും കാണുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈശ്വരൻ എവിടെയെങ്കിലും ഒരു നല്ലതും വെച്ചിട്ടുമുണ്ട്. ഇപ്പം കുറേ സ്ത്രീകൾ ഇങ്ങനെ ഒരു കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ജോലി കിട്ടിയേ മതിയാകൂ എന്ന രീതിയിൽ അവർ ഇറങ്ങിത്തിരിച്ചത്. അവരതിന് കഷ്ടപ്പെട്ടു, പക്ഷേ അവർക്കതിന് ഫലം കിട്ടുമോ ഇല്ലയോ എന്ന് ഇനി കുറച്ച് ദിവസത്തെ കാര്യം കൂടെ ഉള്ളു അല്ലേ. പിന്നെ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ പറയാൻ, നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, നമുക്ക് ജോലി കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ ഒരുപാട് വിഷമിച്ച് അതിനെക്കുറിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് മറ്റൊന്ന് എന്തായാലും ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ മാത്രം കരുതുക, എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്ക് ജീവിച്ചാലേ പറ്റുള്ളൂ. നമുക്കൊരു ജോലിയില്ല എന്ന് കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടല്ലോ നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ലാതായി അങ്ങനെയൊന്നും ഉള്ള ഒരു തോന്നലൊന്നും വേണ്ട. നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ അക്കൗണ്ടിലുള്ളത് പൈസയും എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വളരെയധികം കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ദൈവമേ പൈസയൊക്കെ ഇത്രയൊക്കെ ആയല്ലോ, എന്ത് ചിലവാണ് എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ എൻ്റെ PG ബുക്കെല്ലാം കൊണ്ടുവന്ന് റൂമിൽ ഷെൽഫിലിങ്ങനെ അടുക്കി വെച്ചു. അപ്പം ഞാൻ മറ്റൊരു ചാനലുണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിലേക്ക് ഒന്നും ചെയ്യുന്നില്ല, വ്യൂസ് എല്ലാം പോയി, വളരെ ലോയിൽ കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റൊരിക്കലും പറയാൻ പാടില്ല. അപ്പം അത്ര നോട്ട്സൊക്കെ അതൊക്കെ ബുക്കൊക്കെ റെഫർ ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ എല്ലാം ഞാനിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും എപ്പോഴും ഞാനിവിടെ വെച്ചിരുന്ന പൈസ കുഞ്ഞെടുക്കുന്നതിൻ്റെ പേര് ഞാനത് മടക്കി ഈ ബുക്കിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പം ബുക്കിൻ്റെ ഇടയ്ക്ക് 10ൻ്റെ നോട്ടാണ് കാണുന്നത്. ഞാൻ ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ 160 രൂപയുണ്ടത്. അപ്പോൾ ഞാൻ ഇതെപ്പോൾ എടുത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ എടുത്ത് വെച്ചത്, പക്ഷെ അത് ഇത്രയും ദിവസം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നത് കിട്ടിയപ്പോൾ ഞാനെന്തോ സന്തോഷം അത്രയും കൂടായി. നമ്മുടെ കയ്യിൽ ആ ഒരു വിഷമം അറിഞ്ഞപ്പോൾ എന്താണ് ആ ഒരു പൈസയുടെ കുറവ് വന്നപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ അന്നങ്ങനെ വെച്ചത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അതും ചിലവായി പോകത്തില്ലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇതുപോലാണ് നമ്മുടെ സേവിങ്സുകൾ. നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ എന്താണ് നമുക്ക് ഒരാവശ്യം വന്നാൽ പെട്ടെന്നത് ഉപകാരപ്പെടും.
അപ്പോൾ അങ്ങനെയുള്ള സേവിങ്സുകളൊക്കെ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക. ചിലരൊക്കെ കുടുക്കയൊക്കെ ഉണ്ടാക്കി അതിനകത്തിൽ പൈസയൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ. അങ്ങനെയൊക്കെ വയ്ക്കുക. മൊത്തം ചിലവാക്കാൻ ഒരിക്കലും നിൽക്കില്ല. കുറേ കാര്യങ്ങൾ നമുക്കൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം അതൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചേക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടും. പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ ജീരകത്തിൻ്റെയും കടുകിൻ്റെയും ഒക്കെ ടിന്നിലൊക്കെ ഉലുവ അതിനകത്തിലൊക്കെ ചില്ലറ പൈസ ഇട്ട് വെക്കും. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ വെക്കുന്നത്. ഒന്നുമില്ലാത്തവൻ ചെന്ന് അതിനകത്തിലൊക്കെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിലൊക്കെ 5 10ൻ്റെയൊക്കെ തൊട്ടുകളും 1 2 ഒക്കെ കാണും. അതൊക്കെ നമുക്ക് ചിലപ്പം പെട്ടെന്നുള്ള ഒരു കാര്യത്തിനൊക്കെ ഉപകാരപ്പെടും. ഞാനീ പറഞ്ഞു വന്നത്, നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിലും വലുത് ഉണ്ടാവും. അപ്പം ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇല്ല. ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിൽ അതൊരു വല്ലാത്ത പോരായ്മയൊന്നുമല്ല. മറ്റേതെങ്കിലും ഒന്ന് നമ്മളെ കാത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. എല്ലാവർക്കും നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ സങ്കടം മാത്രമേ തോന്നുള്ളൂ. കാരണം നിങ്ങളുടെ ആ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ നിയമത്തിൻ്റേതായ രീതിയിൽ പോകണമല്ലോ. ഒരാൾക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മറ്റൊരാളും അതിന് ചോദ്യം ചെയ്തുകൊണ്ട് വരും. കാരണം ഇതിനു മുമ്പ് ഈ ലിസ്റ്റ് ഇങ്ങനെയൊക്കെ ഓരോ ലിസ്റ്റിലെ പ്രശ്നം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഭാഗ്യം വരട്ടെ. ശരിയാവുന്നതെങ്കിൽ ശരിയാവട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ വിഷമിക്കണ്ട. നമ്മുടെ ഒരു അവസ്ഥ മാറി വരും. നമുക്കുള്ളത് ഈശ്വരൻ അല്ലെങ്കിൽ ആ ശക്തി നമ്മുടെ കയ്യിലേക്ക് എത്തിക്കും. ആരും സങ്കടപ്പെടേണ്ട കേട്ടോ.